Hello students, welcome back to my channel NCERT Malayalam. NCERT class 9th English chapter 4 A Truly Beautiful Mind. It's a story about Albert Einstein. This is part 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Already we have uploaded part 1. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം ട്ടോ. So one of the famous papers of 1905 was Albert Einstein's theory of relativity, according to which the time and distance are not absolute. Indeed, two perfectly accurate clocks will not continue to show the same time if they come together again after a journey. If one of them has been moving very fast relative to other. From this followed the world's most famous formula, which describes a relationship between mass and energy. So 1905 ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ലേ, അദ്ദേഹം കണ്ടുപിടിച്ചതാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി. അപ്പോൾ ഇതിൻ്റെ ഒരു അക്കോർഡിംഗ് ടു ദിസ് ടൈമും ഡിസ്റ്റൻസും ഒന്നും അബ്സല്യൂട്ട് അല്ല അല്ലേ, അതായത് രണ്ട് പെർഫെക്റ്റ്ലി അക്യുറേറ്റ് ആയിട്ടുള്ള അല്ലേ, അത്രയ്ക്ക് മീൻസ് അത്രയ്ക്ക് കറക്റ്റായിട്ടുള്ള രണ്ട് ക്ലോക്ക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവ എന്ത് ചെയ്യില്ല, ഒരേ ടൈം കാണിക്കില്ല, ഒന്നിനെക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിരിക്കും. സോ രണ്ട് പെർഫെക്റ്റ്ലി അക്യുറേറ്റ് ക്ലോക്ക്സ് വിൽ നോട്ട് ഷോ സെയിം ടൈം ഇഫ് ദേ കം ടുഗെദർ ആഫ്റ്റർ എ ജേർണി. ഇഫ് വൺ ഓഫ് ദം ഹാസ് ബീൻ, അതിൽ ഒരെണ്ണം എന്തായിരിക്കും, ഹാസ് ബീൻ മൂവിങ് വെരി ഫാസ്റ്റ് റിലേറ്റീവ് ടു അതർ. ഒന്നിനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ, വി കമ്പയർ വൺ വിത്ത് ദ അതർ, ദാറ്റ് ഈസ് റിലേറ്റീവ്. സോ വൺ വിൽ ബി ഫാസ്റ്റർ അല്ലേ, ഒരാൾ ഒരു മറ്റേ ക്ലോക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫാസ്റ്റർ ആയിരിക്കും. അത്ര അക്യുറേറ്റ് ആണെങ്കിൽ പോലും കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ വേൾഡിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ്റെ. അതെങ്ങനെ റിലേഷൻഷിപ്പ് മാസിൻ്റെയും എനർജിയുടെയും റിലേഷൻഷിപ്പ് മായി ബന്ധപ്പെട്ടിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ഫേമസ് ഫോർമുല അദ്ദേഹം കണ്ടുപിടിച്ചത് E=mc². So in this mathematical equation, E stands for energy, M stands for mass and C stands for the speed in a vacuum, about 3 km/s. So when you sit with a nice girl for 2 hours, it seems like 2 minutes. When you sit on the hot stove for 2 minutes, it seems like 2 hours. That's relativity. So എന്താ റിലേറ്റിവിറ്റി എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ കൂടെ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് പോയ പോലെ തോന്നും. 2 മിനിറ്റ്സ് അത്രയ്ക്ക് കുറച്ച് സമയം ആയിട്ടുള്ളൂ എന്ന് തോന്നും അല്ലേ, ആ ഒരു പെൺകുട്ടിയുടെ സമയം കൂടെ 2 hours സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ. അതിൻ്റെ സെയിം ടൈം ഒരു സ്റ്റവിൻ്റെ മുകളിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 മിനിറ്റ് 2 മണിക്കൂർ പോലെ തോന്നും. അതായത് ഇറ്റ് ഈസ് റിലേറ്റീവ്. സോ this is a caption said by Albert Einstein. So നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. Okay, while Einstein was solving the most difficult problems in physics, his private life was unraveling. Albert wanted to marry Mileva right after finishing his studies, but his mother was against it. അതായത് ആൽബർട്ടിന് ഫിസിക്സ് ഒക്കെ പ്രോബ്ലംസൊക്കെ ഭയങ്കര സിമ്പിളായിരുന്നു. അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ലൈഫിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഫെയിലിയർ അല്ലേ, അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതം ആകെ തകരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൽബർട്ടിന് മിലേവേനെ കല്യാണം കഴിക്കണം എന്നായിരുന്നു ഏറ്റവും ഭയങ്കര ആഗ്രഹം അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ് കഴിഞ്ഞതിന് ശേഷം. പക്ഷെ അമ്മ അതിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. ഷി തോട്ട് മിലേവ, ഹു വാസ് 3 years older than her son, was too old for him. She was also bothered by Mileva's intelligence. She is a book like you, his mother said. Einstein put the wedding off. അതായത് അപ്പോൾ ഈ ഒരു നമ്മുടെ മിലീവയെ ഏകദേശം ഐൻസ്റ്റീനെക്കാളും 3 വയസ്സ് കൂടുതലാണ്. അപ്പോൾ അവളുടെ അമ്മ ഐൻസ്റ്റീൻ്റെ അമ്മ വിചാരിച്ചു അവളെക്കാളും എത്രയോ മൂത്തതല്ലേ, എത്രയും വയസ്സിന് മൂത്തതല്ലേ, അപ്പോൾ അത്രയും അവൾക്ക് ഭയങ്കര ഓൾഡായിരിക്കും മിലേവ എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ആൽബർട്ടിൻ്റെ അമ്മ മിലേവയുടെ ഇൻ്റലിജൻസിലെ അതായിരുന്നു മെയിനായിട്ട് ബോധർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം മിലേവും ആൽബർട്ടിനെ പോലെ ഒരു ജീനിയസ് ക്രിയേറ്ററാണ്. അപ്പോൾ നമ്മുടെ ആൽബർട്ടിൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞത്, ഷീ ഈസ് എ ബുക്ക് ലൈക്ക് യു, നിന്നെ പോലെ തന്നെ ഒരു ബുക്ക് തന്നെയാണ് അവളും. അപ്പോൾ ഐൻസ്റ്റീൻ എന്ത് ചെയ്തു, ആ വെഡ്ഡിങ് കുറച്ച് വേണ്ടാന്ന് വെച്ചു. ബട്ട് the two pair finally married in Jan 1903 and had 2 sons. But a few years later the marriage faltered അല്ലേ, അതായത് ആ പേര് ജനുവരി 1903 ഒരു കല്യാണം കഴിച്ചു. അവർക്ക് 2
ആൺകുട്ടികൾ ജനിച്ചു. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം അവരുടെ മാരേജ് എന്തായി, ആകെ അങ്ങനെ വീക്കാവാൻ തുടങ്ങി. മിലേവ മീൻ വൈൽ വാസ് ലൂസിങ് ഹെർ ഇൻ്റലക്ച്വൽ അംബിഷൻ ആൻഡ് ബിക്കമിങ് ആൻ അൺഹാപ്പി ഹൗസ് വൈഫ്. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് കോൺസ്റ്റൻറ്റ് ഫൈറ്റിംഗ് ദ കപ്പിൾ ഫൈനലി ഡിവോഴ്സ്ഡ് ഇൻ 1919. ദ ഐൻസ്റ്റീൻ മാരീഡ് ഹിസ് കസിൻ എൽസ ദ സെയിം ഇയർ. അല്ലേ, മിലേവ ഒക്കെ അപ്പോൾ ഈ പറയുന്ന അംബീഷനിലൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഒക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ മിലേവ എന്താണ്, ഒരു അൺഹാപ്പി ആയിട്ടുള്ള ഹൗസ് വൈഫായി മാറുകയാണ്. അപ്പോൾ ഒരുപാട് കാലത്തെ ഫൈറ്റിങ്ങിന് ശേഷം ഇവർ 1990 എന്ത് ചെയ്തു, ഡിവോഴ്സ് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, ഐൻസ്റ്റീൻ നമ്മുടെ എൽസ കസിൻ എൽസയെ അതേ വർഷം തന്നെ കല്യാണം കഴിക്കുകയുണ്ടായി. ഐൻസ്റ്റീൻസ് ന്യൂ personal chapter coincided with his rise to world fame. In 1915, he had published his general theory of relativity, which provided a new interpretation of gravity. അപ്പോൾ ഐൻസ്റ്റീൻ്റെ ഈ ഒരു പുതിയ പേഴ്സണൽ ചാപ്റ്റർ, ദാറ്റ് ഈസ് മാരേജ്, സെക്കൻഡ് മാരേജ് എന്തായി, അദ്ദേഹത്തിൻ്റെ ഫേമസ് തമ്മിൽ എന്തായി, കോയിൻസിഡൻ്റ് ആയില്ലേ, ഒരുപോലെ ആയി. അപ്പോൾ 1915 അദ്ദേഹം ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്ന ബുക്ക് പബ്ലിഷ് ചെയ്തു. അതിനകത്ത് ഒരു ഗ്രാവിറ്റിക്ക് പുതിയൊരു ഇൻ്റർപ്രിട്ടേഷൻ, അല്ലെങ്കിൽ ഗ്രാവിറ്റിക്ക് പുതിയൊരു കാര്യമാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് എക്ലിപ്സ് ഓഫ് ദ സൺ ഇൻ 1919 ബ്രോഡ് പ്രൂഫ് ദാറ്റ് ഇറ്റ് വാസ് അക്യുറേറ്റ്. അപ്പോൾ ഈ പറയുന്ന തിയറി ഓഫ് റിലേറ്റിവിറ്റി ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഗ്രാവിറ്റി അദ്ദേഹത്തിന് കൂടുതലും ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ കാരണം, അല്ലെ, തെളിയിക്കാൻ പറ്റിയത് 1990 അദ്ദേഹത്തിൻ്റെ ഒരു എക്ലിപ്സ് ആണ്, അല്ലേ, നമുക്കറിയാം സൺ എക്ലിപ്സ്, അതാണ് അതിന് ഒരു കാരണം ഉണ്ടാക്കിയത്. ഐൻസ്റ്റീൻ ഹാഡ് കറക്റ്റ്ലി കാൽക്കുലേറ്റഡ് ഇൻ അഡ്വാൻസ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ലൈറ്റ് ഫ്രം ഫിക്സ്ഡ് സ്റ്റാർസ് വുഡ് ബി ഡിഫ്ലക്റ്റഡ് ത്രൂ ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അപ്പോൾ ഐൻസ്റ്റീൻ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ലൈറ്റിൽ നമ്മുടെ സ്റ്റാറുകൾ എത്ര രീതിയിലാണ് സ്റ്റാറുകളിൽ നിന്ന് ലൈറ്റില്ലേ, അതായത് ദ ലൈറ്റ് ഫ്രം ദ ഫിക്സ്ഡ് സ്റ്റാർസിൽ നിന്ന് ലൈറ്റ് എത്രത്തോളമാണ് നമ്മുടെ സണ്ണിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് ഡിഫ്ലക്റ്റഡ് എന്നുള്ള കാര്യം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ന്യൂസ് പേപ്പേഴ്സ് പ്രൊക്ലൈം ഹിസ് വർക്ക് ആസ് എ സയൻറ്റിഫിക് റെവല്യൂഷൻ. അപ്പം ന്യൂസ് പേപ്പറെല്ലാം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വർക്കിനെ ഒരു സയൻറ്റിഫിക് റെവല്യൂഷനായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. Einstein received a Nobel Prize for Physics in 1921. He was showered with honors and invitations from all over the world and lauded by press. അപ്പോൾ അദ്ദേഹത്തിന് 1921 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ഫിസിക്സിൽ ലഭിക്കുകയും അദ്ദേഹത്തിന് ഒരുപാട് ഹോണറിലെ, അതായത് അദ്ദേഹത്തിന് ഇൻവിറ്റേഷനും മീൻസ് അത്രയും അംഗീകാരങ്ങളും ഓരോരോ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പിന്നെ ഒരുപാട് വലിയ വലിയ ഗിഫ്റ്റുകളും അദ്ദേഹത്തിന് കിട്ടാൻ തുടങ്ങി, അതായത് ലൗഡഡ് ബൈ ദ പ്രസ്. So when the Nazis came to power in Germany in 1933, Einstein emigrated to United States. അപ്പോൾ നാസിസം എങ്ങനെയാണോ നമ്മുടെ ജർമ്മനിയിൽ വന്നത്, ആ സമയത്ത് 1933 ഈ സംഭവം ഐൻസ്റ്റീൻ എന്ത് ചെയ്തു, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് പോയി. സോ നമ്മുടെ 5 years later the discovery of nuclear fission in Berlin had American physics in an uproar. അല്ലേ, അതായത് 5 വർഷത്തിന് ശേഷം ന്യൂക്ലിയർ ഫിഷനിൽ പറ്റി ഡിസ്കവർ ചെയ്തു. അതിനകത്ത് അമേരിക്കൻ ഫിസിസ്റ്റുകളും ഉണ്ടായിരുന്നു, അല്ലേ. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ഈ പറയുന്ന അമേരിക്കൻ ഫിസിസ്റ്റ് ഭയങ്കര എന്തായിരുന്നു, അപ്സെറ്റ് ആയിരുന്നു, അല്ലേ. അത് 5 വർഷത്തിന് ശേഷമാണ് ഈ ന്യൂക്ലിയർ ഫിഷൻ ജർമ്മനിയിൽ കണ്ടെത്തിയത്. അപ്പോൾ അത് അമേരിക്കൻ ഫിസിസ്റ്റുകളെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തി. അപ്പോൾ മെനി ഓഫ് ദം ഹാഡ് ഫ്ലെഡ് ഫ്രം ഫാസിസം ജസ്റ്റ് ആസ് ഐൻസ്റ്റീൻ ഹാഡ്, ആൻഡ് നൗ ദർ വാസ് അഫ്രൈഡ് ഓഫ് നാസിസ് കുഡ് ബിൽഡ് ആൻഡ് യൂസ് ദ അറ്റോമിക് ബോംബ്. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർക്ക് ഫാസിസം എന്ന് പറയുമ്പോൾ ഒരു റൂളർ ഉണ്ടാകും, ആ റൂളർ എന്ത് ചെയ്തു, എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു എൻ്റെ ഗവൺമെൻറ്റിനെ കൊണ്ട് നടക്കും, അതാണ് ഫാസിസം. അപ്പോൾ അവരെന്ത് ചെയ്തു, ഫാസിസത്തിന് അഗെയിൻസ്റ്റ് ആയിരുന്നു. ഐൻസ്റ്റീനെ പോലെ തന്നെ അവർ നാസിസ്റ്റുകളെ ആകെ ഭയപ്പെട്ടിരുന്നു, അല്ലെ, ആകെ പേടിച്ചിരുന്നു. അപ്പോൾ അവർ വിചാരിച്ച നാസിസ്റ്റുകൾ എന്താണ്, അറ്റോമിക് ബോംബ് യൂസ് ചെയ്യുമെന്നൊക്കെ പേടിച്ചിട്ട് ആകെ വല്ലാണ്ടായി പോയിരുന്നു, ഐൻസ്റ്റീനെ പോലെ തന്നെ. At the urging of a colleague, Einstein wrote a letter to the American President Franklin D. Roosevelt on 2 August 1939, in which he warned a single bomb of this type exploded in a port might very well destroy the whole part together with some of the surrounding territory.
അദ്ദേഹത്തിൻ്റെ ഒരു കൊളീഗിൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹം നമ്മുടെ അമേരിക്കൻ പ്രസിഡൻ്റ് ആയിട്ടുള്ള അന്നത്തെ കാലത്ത് പ്രസിഡൻ്റ് ആയിട്ടുള്ള ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന് 1939 ഓഗസ്റ്റ് 2 അദ്ദേഹം ലെറ്റർ എഴുതി വാൺ ചെയ്തു. അതായത് ഈ രീതിയിലുള്ള ഒരു സിംഗിൾ ബോംബ് മതി, അത് പോർട്ടിൽ മറ്റേ തീരത്ത് എക്സ്പ്ലോഡ് ചെയ്തിട്ട് അത് ഓരോ ഭിന്നം പാർട്ടായിട്ട് പോർട്ടിനെ ഇങ്ങനെ വശത്താക്കുകയും അതുപോലെ തന്നെ അത് സറൗണ്ടിങ് ആയിട്ടുള്ള അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും അല്ലേ, ചിന്നിച്ചിതറും അല്ലേ. ഹിസ് വേർഡ്സ് ഡിഡ് നോട്ട് ഫെയിൽ ടു ഹാവ് എഫക്റ്റ്. ദ അമേരിക്കൻ ഡെവലപ്ഡ് ദ അറ്റോമിക് ബോംബ് ഇൻ സീക്രട്ട് പ്രൊജക്ട് ഓഫ് ദെയർ ഓൺ ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ് ഓൺ ജാപ്പനീസ് സിറ്റീസ് ഓഫ് ഹിരോഷിമ ആൻഡ് നാഗസാക്കി ഇൻ ഓഗസ്റ്റ് 1945 അല്ലേ. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന കാര്യം അദ്ദേഹം പറഞ്ഞത് തെറ്റായിരുന്നില്ല. അപ്പോൾ അമേരിക്കൻസ് എന്ത് ചെയ്തു, അറ്റോമിക് ബോംബ് ഒരു സീക്രട്ട് പ്രൊജക്റ്റ് ആക്കിയിട്ട് സ്വന്തമായി കണ്ടുപിടിച്ച് അവരെന്ത് ചെയ്തു, ഹിരോഷിമയിലും നാഗസാക്കിയിലും 1945 ഇങ്ങനെ ബോംബ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. Einstein was deeply shaken by the extent of the destruction. This time he wrote a public missive to United Nations in which he proposed the formation of a world government. ഐൻസ്റ്റീന് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു തകർച്ചയിൽ ഭയങ്കരമായിട്ട് തകർന്നു അല്ലേ, ഭയങ്കര സങ്കടമായി ഐൻസ്റ്റീന്. ഈ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് ഒരു പബ്ലിക് മിസീവിന് ഒരു ലെറ്റർ എഴുതി. അപ്പോൾ അതിനകത്ത് ഇൻ ഇറ്റ് ഹി പ്രപ്പോസ് എ ഫോർമേഷൻ ഓഫ് എ വേൾഡ് ഗവൺമെൻറ് അല്ലേ. അതിനകത്ത് പറഞ്ഞു അദ്ദേഹം ഒരു പുതിയൊരു ഗവൺമെൻറ് ഒരു രൂപീകരണത്തെ പറ്റിയാണ് അദ്ദേഹം എഴുതിയത്. അൺലൈക്ക് ദ ലെറ്റർ ടു റൂസ്വെൽറ്റ് ദിസ് വൺ മെയ്ഡ് നോ ഇമ്പാക്റ്റ് അല്ലേ. അതായത് റൂസ്വെൽറ്റിന് എഴുതിയ ലെറ്ററിനെ പോലെയല്ല, ഇതിന് ഒരു ഇമ്പാക്റ്റും ഉണ്ടായിരുന്നില്ല. ബട്ട് ഓവർ ദ നെക്സ്റ്റ് ഡീക്കേഡ് ഐൻസ്റ്റീൻ ഗോട്ട് എവർ മോർ ഇൻവോൾവ്ഡ് ഇൻ പൊളിറ്റിക്സ്, എജിറ്റേറ്റിംഗ് ഫോർ ആൻ എൻഡ് ടു ദ ആംസ് ബിൽഡപ്പ് ആൻഡ് യൂസിങ് ഹിസ് പോപ്പുലാരിറ്റി ടു ക്യാമ്പയിൻ ഫോർ പീസ് ആൻഡ് ഡെമോക്രസി. അപ്പോൾ ഈ ഒരു ലെറ്റർ റൂസ്വെൽറ്റിന് എഴുതിയപ്പോൾ അതിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അടുത്ത 10 വർഷം അദ്ദേഹം എന്ത് ചെയ്തു, കൂടുതലായിട്ടും ഇങ്ങനെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കൂടുതലും കുറേ ബിൽഡപ്പൊക്കെ നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റിയൊക്കെ വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, നമ്മുടെ പീസ് ആൻഡ് ഡെമോക്രസിക്ക് കൂടുതൽ എംഫസൈസ് ചെയ്തു അല്ലേ. പീസ് ആൻഡ് ഡെമോക്രസി കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. വെൻ ഐൻസ്റ്റീൻ ഡൈഡ് ഇൻ 1955 at the age of 76, he was celebrated as a visionary and world citizen as much as scientific genius. അപ്പോൾ അദ്ദേഹം 1955 മരിക്കുമ്പോൾ, അതായത് അദ്ദേഹത്തിൻ്റെ 76-ാം വയസ്സിൽ മരിക്കുമ്പോൾ അദ്ദേഹം കൂടുതലും എന്താണ്, വിഷണറി ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത്. അതായത് എ പേഴ്സൺ ഹു ക്യാൻ തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ഇൻ ആൻ ഒറിജിനൽ ആൻഡ് ഇൻ്റലിജൻറ്റ് വേ. അതായത് ഒരു വ്യക്തിക്ക് അവൻ്റെ ഫ്യൂച്ചറിനെ പറ്റി നല്ല രീതിയിൽ, നല്ല ഇൻ്റലക്ച്വലായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ, അങ്ങനത്തെ രീതിയിലായിരുന്നു അദ്ദേഹത്തിനെ എല്ലാവരും വാഴ്ത്തിയിരുന്നത്. അങ്ങനെ മോർ ഓവർ ഒരു സയൻറ്റിഫിക് ജീനിയസ് എന്നറിയപ്പെടുന്നതിനേക്കാളും കൂടുതൽ അദ്ദേഹം ഒരു വിഷണറി ആയിട്ടായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു ചാപ്റ്റർ. നിങ്ങൾക്ക് ചാപ്റ്റർ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, ഇഷ്ടമായാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യണേ. നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് വേണ്ടേ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവരി വൺ. താങ്ക് യു സോ മച്ച്. സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കണേ.